ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ. വാരതി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. സീതാ സ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു. നാം കാലവും വ്രത കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമഹം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടു ആചാര്യനോടു ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേഹ സുന്ദരന്മാരിവരാരെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപദേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നിടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി
താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു, നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ. വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതനിക്കിപ്പോൾ വെല്ലിക വരുത്തിയിടൂ എന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും. സത്വരം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രൻ ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലിയിടുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാം മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. നിന്നരുളുന്ന നേരം 7 ലോകങ്ങളുമൊന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശേഷരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽസ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം മാർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശയം ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ. ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ പൂവനെ വരുത്തുവാൻ.
വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരിപുക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിചന്ദനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകെന്നരുൾ ചെയ്തു. അഗ്നിമാനുപാദ്യനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമഹം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശതാനന്ദൻ തന്നെയും കൂടെ ചെന്നു. വന്ദ്യനാം വസിഷ്ഠനെ തതർന്നു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിതു. യഥായോഗ്യം മുനീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ. സാമോദം വസിഷ്ഠനാം ആചാര്യ പാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമ പാദാംഭോജമനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദാംഭോജം. പക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്ന മണ്ഡിത സ്തംഭത്തോരണങ്ങളും നാട്ടി. രത്ന മണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യാ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരി ദുന്ദുഭി മുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹി രാമനു നൽകിയിടിനാൻ. ജനകമഹേന്ദ്രനും തൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടൻ ഉൾപുളകാംഗത്തോടെ നിന്നിതു. ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു. ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യാർത്ഥമൊഴുതിരിപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതു മൂലം. പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദൻ എഴുന്നള്ളിനാനൊരു ദിനം. എന്നോടു മഹാമുനി താൻ അരുൾ ചെയ്താൻ ഇപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പന്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളാർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യന്വേയ വന്നവതരിച്ചിതു രാമനായി മായാമർത്ത
മർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായതു തവ വേശ്മനി കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ. യുദ്ധം നാരദൻ അരുൾ ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർന്നിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോഴൊന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയില്ലതിനെന്നു പൃഥ്വിപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം മഹലക്കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടു പോയടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാ മുൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ ചിൽ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഹദ്യോദായുധ സഹസ്രോദ്യോത രൂപത്തോടും ഹദ്യോദാനേയ പിറന്നോരു നിന്തിരുവടി വിത്തുൽ സംയുതമായ ജീമുതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജ ഗളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബുധ ധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനേന്ദ്രം പദം. ത്വൽപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യയും കിൽഭിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. യുദ്ധമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികൾ 600 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000 പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനാഭരണങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമക്ഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനക പേരീ തൂര്യ ഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഖാകാകളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആന തേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃപ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമത്യാദികളോടും വേഗമോടയോധ്യയ്ക്കമ്മാറങ്ങു
തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴവൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ഭാർഗവ ദർപ്പശമനം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊൽകെന്നാൻ. മന്നവ, കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ, പിന്നീടമഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ, ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതൻ അരുളി ചെയ്ത നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിർഭനിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാദരം വീണ്ടു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പന്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാകീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരെ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുദേ, ക്ഷത്രിയാന്തക പരിത്രാഹി മാം, ജഗദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ, പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്ത തീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോവാരിധേ. ഭൃഗുപദേ കാൽ തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതറിയാതെ ബദ്ധരോക്ഷേണ വഗ്നിജ്വാല പൊങ്ങിയിടും വണ്ണം വക്ത്രവും മധ്യാഗ്നാർക്കമണ്ഡലം പോലെ ദീപ്തിയാ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ, നില്ലു നില്ലരക്ഷണം എന്നോടു യുദ്ധം ചെയ്യുവാൻ. വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ, നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ, നിന്നോട് യുദ്ധം ചെയ്വൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ, ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേയുണ്ടെന്നതോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും വാരമെന്നു വിറച്ചു ഗിരികളും, അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും, സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോന്നു വരുന്നതെന്നോർത്തു ദേവാദികളും, ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തിചന്ദനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും. ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ, വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ. സ്വാശ്രയ കുലധർമ്മമെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി, തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ, ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെയ്തേൻ, ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ.
അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ, കന്ദർപ്പകളേബരൻ കഞ്ചലോചനൻ വരൻ, ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ, മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരം ഇരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സും കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ഉചിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി, മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ, ലക്ഷ്യം കാട്ടിത്തന്നീട വേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനുമാരൂഢനന്ദനമതിത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ, ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ, ശ്രീരാമ സീതാഭിരാമ നന്ദാത്മക വിഷ്ണു, ശ്രീരാമ രാമ രമാരമണ രഘുപദേ, ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ, ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ, ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ, ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിധേ. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ, ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ, പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായി അരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാധേ, സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നതറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപദേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ, ചൊല്ലനും കാർത്തവീര്യാർജുനനാം നിർവേന്ദ്രനെ. വല്ല ജാതിയുമവൻ മൽകലാംശജനല്ലോ, വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു. കാശ്യപനു ദാനം ചെയ്ത പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു. ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും തൊൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ തൊൽപാദ പത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദശരഥേ, നമസ്തേ സദാംപദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഹപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാബ്ദേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവാൻ, നമോസ്തുതേ. ചിന്തയേ ഭവചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു
ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തെന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു ജഗന്റെ അഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹം എന്നെക്കുറിച്ചുണ്ടെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുദേ. ഈ സ്തോത്രം മായാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനിയായിടേണം. വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ തൊൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പുക്കീടിനാൻ. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവും അകന്നുതൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്രേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടാനാരെല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും. വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം. വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം. കേകയാ നരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ. സോദരനായി മേവീടും ശത്രുഘ്നനെയും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നിടിനാരവർകളും. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ. പാകശാസനൻ അമരാലായെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മാനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ.